നമസ്കാരം. ഇന്ന് ഡിഗ്രി കഴിഞ്ഞു നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യുകയാണ്. തസ്തികയുടെ പേര് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്. ഇത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തികയെ പറ്റി വിശദമായ ഒരു പഠനം ഞാൻ നടത്തിയതിൻ്റെ റിപ്പോർട്ടാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പി എസ് സി കോൾ ഫോർ ചെയ്യുന്ന ആ തസ്തികയുടെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ്. അപ്പോൾ ഡിഗ്രി അടിസ്ഥാന യോഗ്യതയുള്ള ഏറ്റവും സുന്ദരമായ ഒരു ജോലി എന്നാണ് ഇതിനെ ഞാൻ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ അടുത്ത കാലത്താണ് PSC യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റുമാരെ നിയമിക്കാൻ PSC ആരംഭിച്ചത്. ഇപ്പോൾ 2 ലിസ്റ്റുകൾ മാത്രമാണ് കഴിഞ്ഞത്. 3ാമത്തെ ലിസ്റ്റാണ് ഇപ്പോൾ പ്രോസസ്സിലുള്ളത്. 3ാമത്തെ ലിസ്റ്റ് തയ്യാറാക്കാൻ പോകുന്ന ലിസ്റ്റ് 3ാമത്തെ ലിസ്റ്റാണ്. ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തിക സ്റ്റേറ്റ് വൈസ് സെലക്ഷൻ ലിസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഓരോ യൂണിവേഴ്സിറ്റിക്കും വേണ്ടിയിട്ട് വേറെ വേറെ ലിസ്റ്റുകളില്ല. മൊത്തം കേരളത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നത് ഈ ഒരു ഒറ്റ തസ്തികയിൽ നിന്നാണ്. ഈ ലിസ്റ്റിൽ നിന്നാണ് അസിസ്റ്റന്റുമാരെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും അസിസ്റ്റന്റുമാരെ നിയമിക്കാനുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കും. ആ ലിസ്റ്റിൽ നിന്നാണ് നിയമനം നടത്തുന്നത്. ഇത് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് സമാനമായ ഒരു തസ്തികയാണ്. സ്കെയിൽ ഓഫ് പേ ഒക്കെ അത് തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനേക്കാൾ പല കാര്യങ്ങളിലും ഒരുപടി മുന്നിലാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തിക എന്നതാണ് എൻ്റെ പഠനത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന്, അതായത് 2ാമത്തെ ലിസ്റ്റിൽ നിന്ന്, ഞാൻ പറഞ്ഞല്ലോ ആദ്യമായി PSC ലിസ്റ്റ് യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് ഇപ്പോൾ 3ാമത്തെ അണ്ടർ പ്രോസസ്സിലാണ്. 2ാമത്തെ ലിസ്റ്റിൽ നിന്ന് 1026 പേരെയാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് നിയമിച്ചിട്ടുള്ളത്. ഈ തസ്തികയുടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 39,300, 83,000 എന്ന സ്കെയിൽ ഓഫ് പേ ആണ് ഇതിനുള്ളത്. അപ്പോൾ ഡിഗ്രി യോഗ്യതയുള്ള, നമുക്കറിയാം, ഒരു LDCയുടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്ക്, വേരിയസ് ഡിപ്പാർട്ട്മെന്റിലെ ലോവർ ഡിവിഷൻ ക്ലർക്കിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 26,500, 60,700. എന്നാൽ അതിൽ പോകുന്നതും എല്ലാവരും ഡിഗ്രിക്കാരൊക്കെ തന്നെയാണ്. പക്ഷേ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തസ്തികയുടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 39,300, 83,000 എന്ന് പറയുന്ന ആ സ്കെയിൽ ഓഫ് പേ ആണ്. തുടക്ക ശമ്പളം 45,195 രൂപ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തുടക്ക ശമ്പളമാണ് ഞാൻ പറഞ്ഞത്. അത് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ യൂണിവേഴ്സിറ്റി എവിടെയാണോ ആ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് അതിനനുസരിച്ച് HRAയിൽ മാറ്റമുണ്ട്. അത് പഞ്ചായത്ത് ലെവലിലാണെങ്കിൽ HRA ഏറ്റവും കുറവായിരിക്കും. മുനിസിപ്പൽ ഹെഡ് ക്വാർട്ടേഴ്സിലാണെങ്കിൽ കൂടുതൽ HRA ഉണ്ട്. കോർപ്പറേഷനിലാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അതിൽ കൂടുതൽ HRA 10% ബേസിക് പേയുടെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ 10% HRA ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനൊരു ഏകദേശമാണ് പറഞ്ഞത്. അത് HRA ഓരോ സ്ഥലത്തും വ്യത്യാസമുള്ളതുകൊണ്ട് കൃത്യമായിട്ട് അത് പറയാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഏകദേശം ഇപ്പം ഞാൻ മുനിസിപ്പാലിറ്റിയിലെ ഒരു HRA വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൻ്റെ ആകെ നമുക്ക് ലഭിക്കുന്ന ഗ്രോസ് സാലറി എന്ന് പറയുന്ന 45,195 ആണ്. നമുക്കറിയാം, ഈ കേരളത്തിൽ ഏകദേശം ഇപ്പോൾ ഓൾറെഡി നന്നായി ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് 12ഓളം യൂണിവേഴ്സിറ്റികളാണ്. ഞാനത് പറയാം. കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡി, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റി, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി തിരൂര്, പിന്നെ പുതിയതായിട്ട് വരുന്ന ഇപ്പോൾ പരിഗണനയിലുള്ള അല്ലെങ്കിൽ
തുടങ്ങിയിരിക്കുന്ന ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, പിന്നെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി, കലാമണ്ഡലം കൽപ്പിത സർവകലാശാല എന്ന്. അപ്പം ഓൾറെഡി നന്നായി ഫങ്ഷൻ ചെയ്യുന്ന 12 യൂണിവേഴ്സിറ്റികളും 3ഓളം യൂണിവേഴ്സിറ്റികൾ പിന്നെ അതിൻ്റെ സെറ്റ് ചെയ്യുന്ന ഒരു തയ്യാറെടുപ്പിലുമാണ് ഉള്ളത്. അപ്പോൾ ഈ തസ്തികയെ പറ്റി എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു അന്വേഷണത്തിൽ 2024 മുതൽ 2030 വരെ ഒരുപാട് റിട്ടയർമെൻറ്റുകൾ ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് തസ്തികയിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഓരോ പ്രൊമോഷൻ കഴിഞ്ഞ് പോകും തോറും സീനിയേഴ്സ് റിട്ടയർ ചെയ്ത് പോകും. ആ റിട്ടയർ പോകുന്നതോട് കൂടി താഴെയുള്ള അസിസ്റ്റൻറ്റുകൾ കയറി പോകും. അപ്പോൾ വേക്കൻസികൾ എവിടെ വരും? യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് തസ്തികയിലാണ് വേക്കൻസികൾ വരിക. ഏകദേശം 2000-ഓളം ഒഴിവുകൾ ഈ ഒരു കാലയളവിൽ, ഈ ചെറിയ ഒരു ഷോർട്ട് ടേം കാലയളവിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് മനസ്സിലായത് എന്ന വിവരം ഈ ഉദ്യോഗാർത്ഥികളെ, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ ഞാൻ അറിയിക്കുകയാണ്. ഇനി ഞാൻ ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ പിന്നെ പോസ്റ്റുകളും നിലവിലുള്ള പ്രൊമോഷൻ തസ്തികകളും അതിൻ്റെ സ്കെയിൽ ഓഫ് പേ ഞാനൊന്ന് പറയുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഏറ്റവും ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ എണ്ണമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഏത് യൂണിവേഴ്സിറ്റി ആയാലും നമ്മൾ ആദ്യത്തെ തസ്തിക അസിസ്റ്റൻ്റാണ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 39,300 83,000 ആണ്. അതിൻ്റെ തൊട്ടടുത്ത പ്രൊമോഷൻ വളരെ പെട്ടെന്നാണ് ഈ പ്രൊമോഷൻസ് ഒക്കെ കിട്ടുന്നത് എന്നുള്ളതാണ് ഈ തസ്തികയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അധികം വർഷങ്ങൾ ഓരോ തസ്തികയിൽ നിന്ന് അടുത്ത പ്രൊമോഷൻ കിട്ടാൻ വളരെ ചുരുങ്ങിയ കാലയളവ് മതി. സത്യത്തിൽ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്നുള്ള സത്യം. നമ്മൾ ബിയോണ്ട് ഇമാജിനേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പ്രൊമോഷനാണ് ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൽ ഉള്ളത് എന്നതാണ് എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി പുതിയ ഒരു തലമുറയോട് പറയാനുള്ളത് എന്ന കാര്യം ഞാൻ ഇവിടെ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. ആദ്യത്തെ പോസ്റ്റ് അസിസ്റ്റൻ്റാണ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് 39,300 83,000. തൊട്ടടുത്ത പ്രൊമോഷൻ തസ്തിക യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് സീനിയർ ഗ്രേഡ് എന്ന് പറയുന്ന തസ്തികയാണ്. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ 43,400 91,200 എന്നാണ്. അതും കഴിഞ്ഞാൽ അടുത്ത പ്രൊമോഷൻ അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസറാണ്. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ 45,600 95,600 ആണ്. അത് കഴിഞ്ഞാൽ അടുത്ത പ്രൊമോഷൻ സെക്ഷൻ ഓഫീസറാണ്. സെക്ഷൻ ഓഫീസർ 51,400 1,10,300 എന്ന സ്കെയിലിലേക്കാണ് സെക്ഷൻ ഓഫീസറുടെ സ്കെയിൽ ഓഫ് പേ. അതിൻ്റെ അടുത്ത പ്രൊമോഷൻ സെക്ഷൻ ഓഫീസർ ഹയർ ഗ്രേഡ് ആണ്. അത് 56,500 1,18,100 എന്നതാണ് പിന്നെ സെക്ഷൻ ഓഫീസർ ഹയർ ഗ്രേഡിൻ്റെ സ്കെയിൽ ഓഫ് പേ. അത് കഴിഞ്ഞാൽ അടുത്ത പ്രൊമോഷൻ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ആണ്. അസിസ്റ്റൻ്റ് രജിസ്ട്രാറിൻ്റെ സ്കെയിൽ ഓഫ് പേ 63,700 1,23,700 എന്ന സ്കെയിലാണ്. അതിൻ്റെ അടുത്ത പ്രൊമോഷൻ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ഹയർ ഗ്രേഡ് ആണ്. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ 95,600 1,53,200 എന്നതാണ്. തൊട്ടടുത്ത പ്രൊമോഷൻ, ഏഴാമത്തെ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഡെപ്യൂട്ടി രജിസ്ട്രാർ ആണ്. ഡെപ്യൂട്ടി രജിസ്ട്രാറിൻ്റെ സ്കെയിൽ ഓഫ് പേ 1,07,800 1,60,000 എന്ന സ്കെയിൽ ഓഫ് പേ ആണ് ഡെപ്യൂട്ടി രജിസ്ട്രാറിനുള്ളത്. അടുത്ത പ്രൊമോഷൻ, ദ ലാസ്റ്റ് പ്രൊമോഷൻ ജോയിൻറ്റ് രജിസ്ട്രാർ ആണ്. ജോയിൻറ്റ് രജിസ്ട്രാറിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 1,18,100 1,63,400. ഒരു അതിഭയങ്കരമായ ഒരു സ്കെയിലാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. മറ്റ് സമാന പല തസ്തികൾ ഡിഗ്രി ലെവലിലെ ക്വാളിഫിക്കേഷൻ, ഡിഗ്രിയേക്കാൾ കൂടുതൽ ക്വാളിഫിക്കേഷൻ വേണ്ട പല തസ്തികൾക്കും, ഇത് ഞാനൊരു നെഗറ്റീവായിട്ട് പറയല്ല, മറിച്ച് പുതിയതായിട്ട് സർവീസിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു മോട്ടിവേഷൻ ആവണം എന്ന ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. ഒരു തസ്തികയും വല്ലാതെ ശമ്പളമാണെന്ന് പറഞ്ഞ് അതൊരു കുശുമ്പ്
പറയുകയല്ല ഇവിടെ ചെയ്യുന്നത്, മറിച്ച് ആ തസ്തികയിലേക്ക് കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഇത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഈ തസ്തികകൾക്കുണ്ട്, അതിലേക്ക് കൂടുതൽ ഉദ്യോഗാർത്ഥി കഴിവുള്ളവർ കടന്നു വരണം എന്ന ഒരു ഉത്തമ താല്പര്യത്തോടു കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന കാര്യവും ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഈ അസിസ്റ്റന്റുമാർ എന്ന് പറയുന്നത് തന്നെ നമുക്ക് കയറുമ്പോൾ ഉള്ള അസിസ്റ്റന്റ് സീനിയർ ഗ്രേഡ്, പിന്നെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഈ 3 കാറ്റഗറിയെയും ഒരുമിച്ച് നമ്മൾ അസിസ്റ്റന്റ് എന്ന വിഭാഗത്തിൽ തന്നെയാണ് പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഉള്ള ഈ 3 കാറ്റഗറിയിൽ നമ്മൾ മൊത്തത്തിൽ പറയാം ഓരോ കാഡറിൽ. അപ്പോൾ 3 പേരെയും ഒരുമിച്ച് പറയുമ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ 783 അസിസ്റ്റന്റുമാരാണ് ഉള്ളത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ 750 അസിസ്റ്റന്റുമാരാണ് ആകെയുള്ളത്. കാലിക്കറ്റിൽ 710 അസിസ്റ്റന്റുമാരുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 239 അസിസ്റ്റന്റുമാരുണ്ട്. കുസാറ്റിൽ 259 ഉണ്ട്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ 334 ഉണ്ട്. വെറ്ററിനറിയിൽ 115 ഉണ്ട്. കുഫോസിൽ 20 അസിസ്റ്റന്റുമാർ. APJ അബ്ദുൽ കലാമിൽ 45 അസിസ്റ്റന്റുമാർ. സംസ്കൃതത്തിൽ 77, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ 1, പിന്നെ സയൻസ് ടെക്നോളജിയിൽ 125. ഇതാണ് ഏകദേശം ഒരു അസിസ്റ്റന്റുമാരുടെ കണക്ക്. ഈ അസിസ്റ്റന്റുമാരെല്ലാം പെട്ടെന്ന് തന്നെ പ്രൊമോഷനായി മുമ്പോട്ട് കയറി പോകുന്നതിനനുസരിച്ച് ഈ തസ്തികകളിലൊക്കെ വേക്കൻസികൾ വന്നു ചേരുകയാണ് ചെയ്യുന്നത്. ഈ കണക്ക് 2021 കണക്കാണ്. ഇപ്പോൾ അതിനുശേഷം കുറേ റിവൈസ്ഡ് സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പുതിയ യൂണിവേഴ്സിറ്റികൾ വന്നിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റുകൾ, തസ്തികകൾ ഇതിലും വളരെ കൂടുതൽ ഉണ്ടാവും എന്ന കാര്യമാണ് ഇവിടെ പറയാനുള്ളത്. ഇനി ഈ ജോലി, ഈ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ജോലി ബുദ്ധിമുട്ടുള്ളതാണോ, എങ്ങനെയുള്ള ജോലിയാണ് ഈ അസിസ്റ്റന്റുമാരുടെ ജോലി എന്നാണ് അടുത്ത് ഞാൻ പറയുന്നത്. ഈ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ സാധാരണ യൂണിവേഴ്സിറ്റികളിലെ ക്ലറിക്കൽ ജോലി ആണ് അസിസ്റ്റന്റുമാർക്കുള്ളത്. ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത് 3 അസിസ്റ്റന്റുമാർ, അതായത് അസിസ്റ്റന്റ് ഗ്രേഡ്, സീനിയർ ഗ്രേഡ്, അത് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഈ 3 കാറ്റഗറിയിൽ 3:1 എന്ന അനുപാതത്തിലാണ് സെക്ഷൻ ഓഫീസറുടെ പ്രൊമോഷൻ. എന്ന് പറഞ്ഞാൽ ഈ 3 കാറ്റഗറിയിലും പെട്ട 3 പേർക്ക് ഒരു സെക്ഷൻ ഓഫീസർ എന്ന രീതിയിലാണ് അടുത്ത പ്രൊമോഷൻ പോകുന്നത്. അപ്പം നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തസ്തികയ്ക്ക് മൊത്തം 8 പ്രൊമോഷൻ ഉണ്ട്. ആ 8 പ്രൊമോഷൻ നമ്മൾ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് 8 പ്രൊമോഷൻ നമുക്ക് കിട്ടുന്നത്. വളരെ ലേറ്റായിട്ട്, അതായത് 10-40 വയസ്സിന് ശേഷമൊക്കെ കയറുന്നവർക്ക് എല്ലാ പ്രൊമോഷനിലും നമ്മൾ എല്ലാ തസ്തികകളിലേക്കും എത്തിപ്പെടാൻ സമയം കിട്ടിയെന്ന് വരില്ല. വളരെ നേരത്തെ കയറുന്നവർക്ക്, സർവീസിൽ ചെറുപ്രായത്തിൽ തന്നെ കയറുന്നവർക്ക് ഈ എല്ലാ തസ്തികയിലും എത്തി അവസാനം ജോയിന്റ് രജിസ്ട്രാറായിട്ട് പിരിയാൻ കഴിയും എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക. ഞാൻ പറഞ്ഞു, ഈ ജോലി എന്ന് പറയുന്നത് സാധാരണ ഒരു ക്ലറിക്കൽ ജോലിയാണ്. നമ്മൾ LDCയുടെ ജോലി, വേരിയസ് ഡിപ്പാർട്ട്മെന്റിലെ LDC എന്തൊക്കെ ജോലികൾ ചെയ്യുന്നുവോ അതൊക്കെ തന്നെയാണ് യൂണിവേഴ്സിറ്റിയിലെ ഈ അസിസ്റ്റന്റുമാരും ചെയ്യുന്നത്. അത് നമ്മൾ മറ്റു ജോലികൾ പോലെ, അതായത് ഇപ്പോൾ ഒരു ബാങ്ക് ജോലി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, രാവിലെ ഇരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ക്ലറിക്കൽ ജോലിയെല്ലാം മറ്റേ ഓഫീസർ തസ്തികയിലായാലും ഒക്കെ തന്നെ അവർ തല പൊക്കുന്ന ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ, പിന്നെ ആരെങ്കിലും സംശയം ചോദിക്കുമ്പോഴൊക്കെ ആ തല ഉയർത്താൻ പറ്റുന്നുള്ളൂ. അത്രയും ഒരു വളരെ ടൈറ്റ് ആയിട്ടുള്ള, വിത്തൗട്ട് റെസ്റ്റ് ആയിട്ടുള്ള ഒരു ജോലിയാണ് ബാങ്കിൻ്റെ ജോലിയൊക്കെ. അതുപോലെ അതിനേക്കാളൊക്കെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്. കുട്ടികളുടെ അക്കാദമിക കാര്യങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളുണ്ട്, പരീക്ഷ നടത്തിപ്പുണ്ട്, കുട്ടികൾക്ക് TC ഇഷ്യൂ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റുകളൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്, റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട ക്ലറിക്കൽ ജോലികളുണ്ടാവും, നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്ലറിക്കൽ ജോലികളുണ്ട്, യൂണിവേഴ്സിറ്റികളിലെത്തുന്ന വിവിധ ഫണ്ടുകൾ വിനിയോഗിക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട ക്ലറിക്കൽ ജോലികളുണ്ട്, ജീവനക്കാരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട ക്ലറിക്കൽ ജോലികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ജോലികൾ മാത്രമാണ് ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തികയ്ക്കുള്ളത് എന്ന കാര്യവും ഞാനിവിടെ പറയുകയാണ്. ഇനി ഈ പ്രൊമോഷനൊക്കെ ലഭിക്കണമെങ്കിൽ ഒരു ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഒരു വകുപ്പ് തല പരീക്ഷ ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ്.
യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് പാസ്സായി കഴിയുമ്പോഴാണ് തൊട്ടടുത്ത പ്രൊമോഷനുകളിലേക്ക് കടന്നു പോകുന്നത് എന്നും നമ്മൾ അറിയുക. ഇപ്പോൾ ആദ്യത്തെ ലിസ്റ്റിൽ ഞാൻ പഠിച്ചപ്പോൾ ഉള്ള ഒരു കാര്യം അതാണ്. ആദ്യത്തെ ലിസ്റ്റിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ, ഓരോ യൂണിവേഴ്സിറ്റിയും വ്യത്യസ്തമാണല്ലോ. നമ്മളിപ്പോൾ ഒരു PSCയിൽ പോസ്റ്റിംഗ് കിട്ടി, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കിട്ടില്ല. കാരണം ഏത് യൂണിവേഴ്സിറ്റിയിലാണോ നമ്മുടെ റാങ്കിൻ്റെ ഊഴം വരുന്ന സമയത്ത് ഒഴിവ്, ആ യൂണിവേഴ്സിറ്റിയിലാണ് നമുക്ക് പോസ്റ്റിംഗ് കിട്ടുക. ഇപ്പോൾ ആദ്യത്തെ ലിസ്റ്റിൽ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിച്ചവർ 7-8 വർഷം കൊണ്ട് സെക്ഷൻ ഓഫീസർ ഹയർ ഗ്രേഡ് കിട്ടി. ആലോചിച്ച് നോക്കുക, സെക്ഷൻ ഓഫീസറിൻ്റെ ഹയർ ഗ്രേഡ് കിട്ടി. രണ്ടാമത്തത്, ആദ്യത്തെ ലിസ്റ്റിൽ ആരോഗ്യ സർവകലാശാലയിൽ ഹെൽത്ത് സയൻസ് യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടിയവർ 10 വർഷത്തിൽ താഴെ 8-10 വർഷം കൊണ്ട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, പ്രൊമോഷൻ്റെ 6ാമത്തെ ഘട്ടമാണിത്. ഇത് ഫസ്റ്റ് ലിസ്റ്റിൻ്റെയാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ലിസ്റ്റിൽ 10 വർഷം കൊണ്ട് 6 പ്രൊമോഷൻ. അപ്പോൾ 2 വർഷം കൊണ്ട് വീതം ഓരോരോ പ്രൊമോഷൻ അവർക്ക് കിട്ടിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 10 വർഷം കൊണ്ട് അസിസ്റ്റന്റ് രജിസ്ട്രാറായി. നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റായി കയറിയ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ 10 വർഷം കൊണ്ട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ആകുന്ന ഒരു മാസ്മരിക പ്രൊമോഷനാണ് ശരിക്കും ഈ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നത്. അതൊക്കെ നമുക്കും നേടിയെടുക്കണം പ്രിയപ്പെട്ട ഡിഗ്രിക്കാരെ. ഓക്കെ, അടുത്തത് ഞാൻ ഈ തസ്തികകളൊക്കെ നമ്മളൊരു സാധാരണ മറ്റ് തസ്തികകളായിട്ടൊന്ന് ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ ഹൈസ്കൂൾ അധ്യാപകനുമായിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തസ്തിക ഞാനൊന്ന് കമ്പയർ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഹൈസ്കൂൾ അധ്യാപകൻ എന്ന് പറയുന്ന അദ്ദേഹം ഡിഗ്രിയും ബി എഡും കേട്ടറ്റും പാസ്സായാലാണ് ഹൈസ്കൂൾ അധ്യാപകനാവുക. അദ്ദേഹത്തിന് പ്രൊമോഷൻ ഒന്നുമില്ല. 7ാമത്തെ വർഷവും 15ാമത്തെ വർഷവും 22ാമത്തെ വർഷവും ഓരോരോ ഗ്രേഡുകൾ കിട്ടും. ഫലത്തിൽ അതൊരു പ്രൊമോഷൻ തന്നെയാണ്. പോസ്റ്റ് ഡെസ്റ്റിനേഷന് മാറ്റില്ല. അപ്പോൾ 3 പ്രൊമോഷനായി. പിന്നെ വരുന്നത്, ഇയാളൊരു 20-21 വർഷമായി കഴിഞ്ഞാൽ അയാൾക്ക് HM ആയിട്ട്, ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായിട്ട് ഒരു പ്രൊമോഷനും ലഭിക്കും. നിങ്ങൾ കേൾക്കണം, ഈ 22 വർഷമായി കഴിഞ്ഞ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററുടെ പ്രൊമോഷൻ ആയിക്കഴിഞ്ഞാൽ ആ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററിൻ്റെ സ്കെയിൽ ഓഫ് പേ ഞാനൊന്ന് പറയാം. 55,200 1,15,300. 55,200 തുടങ്ങുന്ന സ്കെയിൽ ഓഫ് പേ ആണ് ഒരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് നമ്മൾ തിരിച്ചറിയുക. അതേ സമയത്ത് നമ്മൾ 10 വർഷം കൊണ്ട് ഞാനാകുമെന്ന് ഇപ്പോൾ പറഞ്ഞ അസിസ്റ്റന്റ് രജിസ്ട്രാറിൻ്റെ 10 വർഷം കൊണ്ടാകുന്ന സ്കെയിൽ ഓഫ് പേ 63,700, 1,23,700 ആണ് ഈ അസിസ്റ്റന്റ് രജിസ്ട്രാറിൻ്റെ സ്കെയിൽ ഓഫ് പേ. ആ ഒരു വ്യത്യാസം നമ്മൾ നോക്കുക. അപ്പോൾ എത്രത്തോളം വലിയ മാറ്റമാണ് ഇത് തമ്മിൽ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു LDC ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയാൽ അതിൽ UDC ആവുന്നു. പിന്നെ അത് ഓരോ റവന്യൂവിലാണെങ്കിലും വിദ്യാഭ്യാസ വകുപ്പിലാണെങ്കിലും വിദ്യാഭ്യാസ വകുപ്പിൽ LDയിൽ കയറി UD ആയി, ജൂനിയർ സൂപ്രണ്ടായി, സീനിയർ സൂപ്രണ്ടായി. ഏകദേശം സീനിയർ സൂപ്രണ്ട് ആകുമ്പോഴേക്കും മിക്കവാറും പേര് അതിൻ്റെ അടുത്ത പോസ്റ്റിലേക്ക് PAയോ അല്ല അക്കൗണ്ട്സ് ഓഫീസറോ ഒന്നും എല്ലാവരും ആകുന്നില്ല. സീനിയർ സൂപ്രണ്ട് ആകുമ്പോൾ തന്നെ മിക്കവാറും ആൾക്കാരൊക്കെ അത്രയും കാലം ആകുമ്പോഴത്തേക്ക് വിരമിച്ചു പോവാണ്. അവിടെ എത്ര പ്രൊമോഷൻ കിട്ടുന്നുണ്ട്? പരമാവധി 3 അത്രയേ ഉള്ളൂ. അതേസമയം റവന്യൂവിൽ LD, UD ആണ്, വില്ലേജ് ഓഫീസർ +C UD എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ ഡെപ്യൂട്ടി തഹസിൽദാർ ആ പോസ്റ്റിലൂടെ ഒക്കെ അങ്ങനെ കടന്നു പോകും. എങ്കിൽ പോലും ഈ തരത്തിലുള്ള ഒരു പ്രൊമോഷൻ ഒന്നും സാധാരണ LD ഈ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ലഭിക്കുന്നില്ല എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക. ഇനി ഇതിൽ നമുക്ക് ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉള്ള ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാ ജില്ലകളിലും, മിക്കവാറും എല്ലാ ജില്ലകളിലും ഏതെങ്കിലും തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ട് എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി നമ്മുടെ നാടിനടുത്ത് ഇല്ല എങ്കിൽ, നമുക്ക് കിട്ടിയത് കണ്ണൂരുള്ള ഒരാൾക്ക് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലാണ് നിയമനം കിട്ടിയത് എങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇന്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ സാധ്യമാണ്. നമുക്കറിയാലോ, നമുക്കൊരു വീട് വെച്ച് ജീവിക്കാൻ വേണ്ടിയാണല്ലോ ഈ ജോലികളൊക്കെ. ജോലി ചെയ്യാൻ വേണ്ടി അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീടിനടുത്തൊരു ജോലി കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് താമസമാക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇന്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ മേടിച്ച് നമുക്ക് പോകാവുന്നതാണ്.
പിന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഒക്കെ ആണെങ്കിൽ അവിടെ എല്ലാ ജില്ലകളിലും പലതരത്തിലുള്ള സെൻറ്ററുകളുണ്ട്. ചില യൂണിവേഴ്സിറ്റികൾക്ക് അങ്ങനെയുണ്ട്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അതിനൊരു ഉദാഹരണമാണ്. എന്നാൽ മറ്റ് ചില യൂണിവേഴ്സിറ്റികളിലും ചില ജില്ലകളിലേക്ക് അവരുടെ സെൻറ്ററുകൾ, സ്റ്റഡി സെൻറ്ററും മറ്റുള്ള റിസർച്ച് സെൻറ്ററും ഒക്കെ ആയിട്ട് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഇനി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് ശരിക്കും ഒരു ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിക്കുന്നവർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റിംഗ് കിട്ടുന്നവരാണ്. കാരണം അവർക്ക് എല്ലാ ജില്ലകളിലും പലതരത്തിലുള്ള സെൻറ്ററുകളുണ്ട്. അവിടേക്ക് ട്രാൻസ്ഫർ പോകാം, നമ്മുടെ വീട്ടിനടുത്ത് നിന്ന് ജോലി ചെയ്യാം, ഏത് ജില്ലയിലേക്കും മാറി പോകാം. ഇപ്പോൾ 14 ജില്ലയിൽ കാസർഗോഡാണെങ്കിൽ പടന്നക്കാട് കാർഷിക കോളേജ് ഉണ്ട്, പീലിക്കോട് ഗവേഷണ കേന്ദ്രമുണ്ട്, കണ്ണൂർ ജില്ലയിൽ പന്നിയൂര് കുരുമുളക് ഗവേഷണ കേന്ദ്രമുണ്ട്, കോഴിക്കോട് വെങ്ങേരി ഒരു സെയിൽസ് കൗണ്ടർ ഉണ്ട്, വയനാട് അമ്പലവേല് കാർഷിക കോളേജ് ഉണ്ട്, മലപ്പുറം തവന്നൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് കോളേജ് തവന്നൂരുണ്ട്, ആനക്കയത്ത് കശുമാവ് ഗവേഷണ കേന്ദ്രമുണ്ട്. ഇനി പട്ടാമ്പിയിലേക്ക് ചെന്നാൽ, പാലക്കാടേക്ക് ചെന്നാൽ പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രമുണ്ട്, തൃശ്ശൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സാണ്, എറണാകുളത്ത് ഓടക്കാലിയിൽ സുഗന്ധ വ്യഞ്ജന കേന്ദ്രമുണ്ട്, വൈറ്റിലയിലുണ്ട് ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് ഒരു സെൻറ്റർ, ആലപ്പുഴയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രമുണ്ട്, കോട്ടയത്ത് കുമരകത്ത് അഗ്രികൾച്ചറൽ കോളേജ് ഉണ്ട്, പത്തനംതിട്ടയിൽ തിരുവല്ലയിൽ കരിമ്പ് ഗവേഷണ കേന്ദ്രമുണ്ട്, കൊല്ലത്ത് സദാനന്ദപുരത്ത് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിക്ക് സെൻറ്റർ ഉണ്ട്, തിരുവനന്തപുരത്ത് കിഴങ്ങ് ഗവേഷണ കേന്ദ്രം വെള്ളായണിയിലും കരമനയിലും ഉണ്ട്. എല്ലാ ജില്ലകളിലും വിവിധ തരത്തിലുള്ള സെൻറ്ററുകളുണ്ട്. ഈ സെൻറ്ററുകളിലൊക്കെ തന്നെ ഒരു എന്താ പറയണ്ടേ, അസിസ്റ്റന്റുമാരെ വർക്ക് ചെയ്യുന്ന സെൻറ്ററുകളാണ് എല്ലാ സെൻറ്ററുകളും. അപ്പം അത് ഏറ്റവും കൂടുതലുള്ളത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്കാണെന്ന് ഞാൻ മാത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും ഏത് യൂണിവേഴ്സിറ്റിയിലായിരിക്കും അതിൻ്റെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് താമസവും ജോലിയും ഒക്കെ കൊണ്ടു നടക്കാവുന്ന സെൻറ്ററുകൾ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഉണ്ട് എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. ഈ യൂണിവേഴ്സിറ്റിയിലെ തസ്തികയൊക്കെ പെൻഷൻ ലഭിക്കുന്ന തസ്തികയാണ്. എന്നാൽ 2013 ശേഷം എല്ലാവർക്കും NPS ആണല്ലോ, നാഷണൽ പെൻഷൻ സ്കീമിൽ അംഗമായി അവിടുന്ന് ലഭിക്കുന്ന പെൻഷനാണ് 2013 ശേഷം ഉള്ളത്. അതിനു മുന്നേ ഉള്ളതെല്ലാം യൂണിവേഴ്സിറ്റിയാണ് പെൻഷൻ എല്ലാവർക്കും നൽകുന്നത്. ഇനി ഈ ഒരു അസിസ്റ്റൻ്റ് ആയിട്ട് കയറി ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഈ കയറിക്കഴിഞ്ഞാൽ ഞാൻ ഹൈസ്കൂൾ അധ്യാപകനും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും തമ്മിൽ ഒരു കമ്പയർ ചെയ്തു. ഹൈസ്കൂൾ അധ്യാപകൻ്റെ സ്കെയിൽ തുടങ്ങുന്നത് 41,387,000 ആണ്. എന്നാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ സ്കെയിൽ തുടങ്ങുന്നത് 39,300 എന്ന സ്കെയിലാണ്. 39,383,000. അപ്പോൾ ഒരു 2 ഇൻക്രിമെൻറ്റിൻ്റെ വ്യത്യാസമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും ഹൈസ്കൂൾ അധ്യാപകനും തമ്മിലുള്ളൂ. എന്നാൽ ഇത് 2 വർഷം 3 വർഷം കഴിയുമ്പോൾ തന്നെ 4ാമത്തെ വർഷം ഈ ഹൈസ്കൂൾ അധ്യാപകനെ ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് മറികടക്കും എന്നുള്ളതാണ് സത്യം. 4 വർഷം ആകുമ്പോഴത്തേക്ക് ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് 2 പ്രൊമോഷൻ കടന്നിരിക്കും. അപ്പോഴും ഹൈസ്കൂൾ അധ്യാപകന് യാതൊരുവിധ ഗ്രേഡോ പ്രൊമോഷനോ ഈ കാലയളവിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് ഹൈസ്കൂൾ അധ്യാപകനെ മറികടന്ന് അവരുടെ സ്കെയിൽ ഓഫ് പേയും ബേസിക് പേയും, ഇപ്പോൾ ഒരു പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ KSRൽ 28A ആണ് വരുന്നത്. ഒരു 28A ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ലഭിക്കുന്ന ഇൻക്രിമെൻറ്റിനു പുറമെ 2 ഇൻക്രിമെൻറ്റ് കൂടി കൊടുക്കുക. ഏത് ജീവനക്കാരനും എല്ലാ വർഷവും വാർഷിക ഇൻക്രിമെൻറ്റ്, വാർഷിക വർധനവുകളുണ്ട്. ആ വർധനവിന് പുറമെ 2 ഇൻക്രിമെൻറ്റ് കൂടി കൊടുക്കുന്നതാണ് ശരിക്കും ഒരു 28A ഫിക്സേഷൻ എന്ന് പറയുന്ന പ്രൊമോഷൻ എന്ന് പറയുന്നത്. അത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനെ സംബന്ധിച്ച് 4 വർഷം ആവുമ്പോഴേക്ക് മിനിമം 2 പ്രൊമോഷനെങ്കിലും ലഭിക്കുന്നുള്ള. 2 പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ 4 ഇൻക്രിമെൻറ്റ്. അപ്പോൾ 4 വർഷത്തെ 4 ഇൻക്രിമെൻറ്റും കിട്ടും, 2 പ്രൊമോഷൻ്റെ 4 ഇൻക്രിമെൻറ്റും കിട്ടും. അപ്പോൾ 8 ഇൻക്രിമെൻ്റായി. അതേസമയത്ത് ഒരു ഹൈസ്കൂൾ അധ്യാപകന് ഈ 8 ഇൻക്രിമെൻറ്റ് കിട്ടുമ്പോൾ വെറും 4 ഇൻക്രിമെൻറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പം ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. 28 വർഷം, 30 വർഷത്തിലേക്ക് ഞാൻ പോയില്ല, 28 വർഷം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റായി ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥന് 28 വർഷം എത്രത്തോളം അയാൾക്ക് ഒരു സാലറിയിൽ, അയാളുടെ ശമ്പളത്തിൽ മികവുണ്ടാവുമെന്നാണ് ഞാൻ പറയുന്നത്. 28 വർഷമാകുമ്പോഴേക്ക് എന്തായാലും ഇദ്ദേഹം ജോയിൻറ്റ് രജിസ്ട്രാർ ആയിട്ടുണ്ടാവും. 28 വർഷമാകുമ്പോഴേക്ക് ഒരു സംശയവും വേണ്ട, ജോയിൻറ്റ് രജിസ്ട്രാർ ആവും. അതാണ് ഏറ്റവും ഈ പ്രൊമോഷൻ മൂലം ലഭിക്കുന്ന, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് പ്രൊമോഷൻ മൂലം ലഭിക്കുന്ന ഏറ്റവും വലിയ തസ്തിക അതാണ്.
ആ 28 വർഷം നമുക്ക് എത്ര ഇൻക്രിമെൻറ്റ് കിട്ടും? ഓരോ വർഷവും ഓരോ വാർഷിക വർധനവും, ഓരോ ഇൻക്രിമെൻറ്റ്. അപ്പോൾ 28 ഇൻക്രിമെൻറ്റ് 28 വർഷത്തേക്ക് കിട്ടും. 28 വർഷം കൊണ്ട് അയാൾ അനുഭവിക്കുന്ന പ്രൊമോഷൻ 8 പ്രൊമോഷനാണ്. അത് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് ഏതൊക്കെയാണ് പ്രൊമോഷൻ എന്ന്. സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, സെക്ഷൻ ഓഫീസർ ഹയർ ഗ്രേഡ്, അസിസ്റ്റന്റ് രജിസ്ട്രാർ ഹയർ ഗ്രേഡ്, ഡെപ്യൂട്ടി രജിസ്ട്രാർ, ജോയിന്റ് രജിസ്ട്രാർ. 8 പ്രൊമോഷൻ. 8 പ്രൊമോഷന് കിട്ടുന്ന ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് 16 ഇൻക്രിമെൻ്റ് വരും. 28 നോർമൽ കിട്ടും, 16 ഇൻക്രിമെൻ്റ് പ്രൊമോഷൻ മുഖാന്തരവും കിട്ടും. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന ആകെ ഇൻക്രിമെൻ്റ്, ഞാനിതൊരു പഠനത്തിലൂടെ പറയുന്നതാണ്, 44 ഇൻക്രിമെൻ്റാണ് ഒരു ജോയിൻറ്റ് രജിസ്ട്രാർ ആകുമ്പോഴേക്ക് 28 വർഷം സർവീസുള്ള ഒരു ഉദ്യോഗസ്ഥന് ലഭിക്കുന്നത്. അവിടെയാണ് നമ്മൾ പറയുന്നത് അയാളുടെ സ്കെയില്, ആ ഉദ്യോഗസ്ഥൻ്റെ ജോയിൻറ്റ് രജിസ്ട്രാർ ആകുമ്പോഴേക്ക് ആ ഉദ്യോഗസ്ഥൻ്റെ സ്കെയില് 1,18,100, 1,63,400. അത് സാലറി എത്രയായിരിക്കും, അതിൻ്റെ ശമ്പളം എത്രയായിരിക്കുമെന്ന് ഞാനിവിടെ സ്കെയിൽ മാത്രമേ പറയുന്നുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ ശമ്പളം കൃത്യമായിട്ട് പറയാൻ ഈ കാലയളവിൽ 28 വർഷം ആകുമ്പോഴേക്ക് ഒരുപാട് പേ റിവിഷൻസ് നടന്നിട്ടുണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് അവിടെ ഓരോ സ്റ്റെപ്പിലും നമുക്ക് ഊഹിച്ച് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് കൃത്യമായിട്ട് അത് പറയാത്തത്. ഈ സ്കെയിൽ ഓഫ് പേ പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു അപാരത നമുക്ക് മനസ്സിലാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇതാണ്, ഇത്രയുമാണ് നമ്മൾ 44 ഇൻക്രിമെൻറ്റ് മൊത്തം 28 വർഷം സർവീസായ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് കിട്ടുന്ന ആകെ ഇൻക്രിമെൻറ്റ് 44. അയാളുടെ സ്കെയിൽ ഓഫ് പേ 1,18,100, 1,63,400. ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കേട്ടല്ലോ, ഈ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇത് മുഴുവൻ കേട്ടല്ലോ. പിന്നെ നമുക്ക് ഈ ഡിഗ്രിക്കാരെ മാത്രം ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ വീഡിയോ തീർച്ചയായിട്ടും ഞാൻ വിശദമായി ഒരു പഠനം നടത്തി ദിവസങ്ങളോളം മെനക്കെട്ട് പഠിച്ചിട്ട് ചെയ്ത വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു പ്രോത്സാഹനം തരണം എന്ന ഒരു അഭ്യർത്ഥന ഇതിലുണ്ട്. അതിന് കൂടാതെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ ഒക്കെ കേട്ട് ഒരുപാട് നമ്മൾ പല കോഴ്സുകൾ ഇങ്ങനെ പഠിച്ചു പോയിട്ട് മാത്രം കാര്യമില്ല എന്ന് പറയുന്നതാണ് ശരി എന്നാണ് എനിക്ക് തോന്നുന്നത്. PG എടുത്തു, പിന്നെ 2 PG എടുത്തു, പിന്നെ വേറൊരു കോഴ്സിന് പോയി. അപ്പം നമ്മളിത് പഠിക്കാനുള്ള ജന്മം മാത്രമല്ല, നമുക്ക് ജോലി ചെയ്ത് നമുക്ക് ശമ്പളമൊക്കെ കിട്ടി ജീവിക്കാൻ വേണ്ടിയും ഈ പ്രായം നമ്മൾ ഉപയോഗിക്കണം. ഒരുപാട് ഡിഗ്രി ഒന്നും എടുത്ത് ഒരുപാട് പോയിട്ടും നമുക്ക് അതിനനുസരിച്ചൊരു ജോലി കിട്ടണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട്, ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അടുത്ത കുറച്ചൊക്കെ പഠിച്ച് അടുത്ത ജോലിക്ക് ശ്രമിക്കുന്നതാവും ഏറ്റവും നന്നാവുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ കഴിവതും നിങ്ങൾക്ക് ഈ പ്രിയപ്പെട്ട ഡിഗ്രിക്കാരാണ്, നിങ്ങൾക്ക് ഈ നിശ്ചയദാർഢ്യവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഈ തസ്തിക നിങ്ങൾക്കുള്ളതാണ്. ജോയിൻറ്റ് രജിസ്ട്രാറായിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റായി കയറി നിങ്ങൾക്ക് ജോയിൻറ്റ് രജിസ്ട്രാറായിട്ട് പിരിയാം എന്ന വലിയൊരു വാഗ്ദാനത്തോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.